ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതേപോലത്തെ കാർഡ്ബോർഡിൻ്റെ ഫ്രെയിം വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള വാൾ ഡെക്കറാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ ഒരു ഫ്രെയിം ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഒരു പുറംഭാഗത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ആ ഒരു 15 സെൻറ്റിമീറ്ററിൽ നിന്ന് ഒരു 1.5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രെയിം കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതേ വണ്ണത്തിൽ തന്നെ ഒരു കളർ പേപ്പറും കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളറിലുള്ള കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, ഏത് കളറായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ അതും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഫ്രെയിം ആദ്യം കട്ട് ചെയ്തതിന് ശേഷം അത് ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ച് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ചെയ്താൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ മെഷർമെൻ്റ് എടുത്തിട്ടും ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ നമ്മുടെ ഫ്രെയിമിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു പേപ്പർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ആ പേപ്പറൊക്കെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ബ്ലൂ കളറിലുള്ള A4 പേപ്പർ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ആ ഒരു മെഷർമെൻ്റൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, വേണ്ട ഫ്ലവറിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയൊക്കെ കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റ് അതിൻ്റെ മുകളിൽ പെറ്റലിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം ഞാൻ വരയ്ക്കുന്നത് ഒരു 2 ഇതളുള്ള പോലത്തെ ഒരു പെറ്റലാണ്. പിന്നെ 2 ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു പെറ്റലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആ ഒരു പെറ്റൽ ഒന്ന് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈപ്പുള്ള ഒരു ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ഷേപ്പ് കണ്ടില്ല, ഒരു പെറ്റലിലുള്ള ആ ഒരു ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു 5 ഫ്ലവേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തന്നതാണ്, ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക, ഒന്ന് പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക. ആ ഒരു ആ ഒരു സെൻറ്റർ വരെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഒരു പെറ്റലിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ഒന്നാക്കിയതിന് ശേഷം മറ്റേ പെറ്റൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വിടർന്ന് നിൽക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ ആ ഒരു ബാക്കിയുള്ള 4 കൂടെ ചെയ്തിട്ട് വേണം നമുക്ക് ഒട്ടിക്കാൻ. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു കോണിലായിട്ടും ഇതേപോലെ കുറച്ച് ഗമ്മാക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലവർ. ഇതേപോലെ ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ കുറച്ച് ഹാർട്ട്സ് ആണ്. ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഞാനിവിടെ ഉപയോഗിച്ച ആ ഒരു ബ്ലൂ കളറും പിങ്ക് കളറും ഉണ്ടല്ലോ, ആ സെയിം കളർ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഓരോ കളറിനും 3 ഹാർട്ട്, അതായത് ഒരെണ്ണം നമ്മൾ 2 കളറിൽ നിന്നും കുറച്ച് വലുതായിട്ട് വേണം ചെയ്യാൻ. അതായത് ബ്ലൂ നല്ല വലുപ്പത്തിൽ, പിങ്ക് അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലും വേണം നമ്മൾ മുറിക്കാൻ. അപ്പോൾ ആദ്യത്തെ ഒരു ബ്ലൂ കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്യുക, ബാക്കി 2 ബ്ലൂ സെയിം കുറച്ച് ചെറുതായിട്ട് സെയിം വലുപ്പത്തിൽ. അതുപോലെ പിങ്കും ഒരെണ്ണം കുറച്ച് വലുതായിട്ട് ചെയ്യുക, എന്നാൽ ഫസ്റ്റത്തെ ആ ഒരു വലിയ ബ്ലൂവിനേക്കാളും കുറച്ച് ചെറുതുമായിരിക്കണം. എന്നിട്ട് പിന്നെ മറ്റ് 2 പിങ്ക് നമ്മൾ നേരത്തെ ചെയ്ത മറ്റേ 2 നീലകളുണ്ടല്ലോ, ആ ഒരു 2 നീലനേക്കാളും കുറച്ച് ചെറുതാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു രീതിയിലാണ് നമ്മൾക്ക് ഒട്ടിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലെങ്കിൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏറ്റവും വലിയ ആ ഒരു ബ്ലൂ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഗമ്മാക്കിയതിന് ശേഷം ഈ ഒരു പിങ്ക് കളർ ഹാർട്ട് എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ആ ഒരു 3 നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ട് വരാം.
അപ്പോൾ അതേ ഞാൻ 3 ഹാർട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കുറച്ച് സ്ട്രിപ്പുകളാണ്. അതായത് 3 ബ്ലൂ കളറുള്ള ആ ഒരു പേപ്പറില്ലേ, അതിനകത്ത് നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെയായിട്ടുള്ള രീതിയിൽ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് ആ ഒരു പേപ്പറിനായിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹാർട്ടിൻ്റെ പിറകിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഫസ്റ്റ് ഒട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു 3 നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ആ 3 ചെയ്തിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. ഞാൻ ഒട്ടിച്ചിട്ടില്ല, ഇതുപോലെ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് എങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ സ്ട്രിപ്പിൻ്റെയും മറ്റേ അറ്റത്ത് നമ്മൾ കുറച്ച് ഗമ്മാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഉണ്ടാക്കിയ ആ ഒരു ഫ്രെയിമിൻ്റെ അടിയിൽ ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരെണ്ണം ഏറ്റവും വലുതായിട്ട് നമ്മൾ ചെയ്തത് ആ ഒരു കൂണായിട്ട് ഉള്ള ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ മറ്റേ 2 ചെറുത് ഇതേപോലെ 2 സൈഡുകളിലായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ 2 ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുകളിലുള്ള ആ ഒരു ഭാഗത്ത് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് ഞാനൊന്നും ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ബീഡ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക്, ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല സൂപ്പറായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണിത്. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടുക. അതേപോലെ എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.